1 മക്കബായർ അധ്യായം 9. യൂദാസിൻ്റെ മരണം. നിക്കാനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്ന് അറിഞ്ഞപ്പോൾ ദമത്രിയൂസ് ബക്കിദേസിനെയും അൽക്കിമൂസിനെയും യൂദാദേശത്തേക്ക് വീണ്ടും അയച്ചു. തൻ്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോടുകൂടെ വിട്ടു. അവർ ഗിൽഗാലിലേക്കുള്ള വഴിയിലൂടെ പോയി മെസലാത്തിനെതിരെ അർബേലായിൽ പാളയമടിച്ചു. അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു. 152 ആണ്ട് 1 മാസം അവർ ജെറുസലേമിനെതിരെ പാളയമടിച്ചു. അനന്തരം അവർ 20,000 ഭടന്മാരോടും 2,000 കുതിരപ്പടയാളികളോടും കൂടെ അവിടെ നിന്ന് ബെരയായിലേക്ക് നീങ്ങി. അപ്പോൾ യൂദാസ് 3,000 ധീരയോദ്ധാക്കളുമായി ഏലാസായിൽ പാളയമടിച്ചിരിക്കുകയായിരുന്നു. ശത്രുസൈന്യത്തിൻ്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു. വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി. 800 പേർ മാത്രം അവശേഷിച്ചു. തൻ്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്നും കണ്ടപ്പോൾ യൂദാസിൻ്റെ മനസ്സിടിഞ്ഞു. കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവൻ വിവശനായി. എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു, നമുക്ക് ശത്രുവിനെ നേരിടാം. അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കതിന് കഴിവില്ല. ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് പേരെയുള്ളൂ. എന്നാൽ യൂദാസ് പറഞ്ഞു, ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാ. സമയമായെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം. നമുക്ക് മാനക്കേടുണ്ടാവാൻ ഇടയാകരുത്. ബക്കിദേസിൻ്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു. കുതിരപ്പടയെ 2 ഗണമായി വിഭജിച്ചു. കവിണക്കാരും വില്ലാളികളും പ്രധാന പടയാളികളോടുകൂടി മുൻനിരയിൽ നീങ്ങി. ബക്കിദേസ് ദക്ഷിണ പാർശ്വസേനയിലായിരുന്നു. ഇരുവശങ്ങളിലുമുള്ള സൈന്യവിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹളധ്വനിക്കത്ത് കാലാൾപ്പട മുന്നോട്ട് നീങ്ങി. യൂദാസിനോട് കൂടെ ഉണ്ടായിരുന്നവരും കാഹളം മുഴക്കി. സൈന്യങ്ങളുടെ ശബ്ദകോലാഹലത്താൽ ഭൂമി പ്രകമ്പനം കൊണ്ടു. പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു. ബക്കദേസും അവൻ്റെ ശക്തമായ സൈന്യവും വലത്തുവശത്താണെന്ന് യൂദാസ് മനസ്സിലാക്കി. ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന് ശത്രുവിൻ്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ചു അസാത്തൂസ് മലവരെ ഓടിച്ചു. ദക്ഷിണപാർശ്വം തകർക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞുവന്ന യൂദാസിൻ്റെയും കൂട്ടരുടെയും പിന്നാലെയെത്തി. യുദ്ധം ഭീകരമായി. ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു. യൂദാസും നിലം പതിച്ചു. ശേഷിച്ചവർ പലായനം ചെയ്തു. ജൊനാഥനും ഷിമിയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊദേയിനിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു. അവനെയോർത്ത് അവർ കരഞ്ഞു. ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖമാചരിച്ചു. വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിൻ്റെ രക്ഷകനായ ശക്തൻ പതിച്ചതെങ്ങനെ? യൂദാസിൻ്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവൃത്തികളും അവൻ്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവ അത്രയ്ക്ക് അധികമാണ്. ജൊനാഥൻ നേതാവ്. യൂദാസിൻ്റെ മരണത്തിന് ശേഷം അധർമ്മികൾ ഇസ്രായേലിലെങ്ങും തലപൊക്കി. അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു. അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്ത് ചേർന്നു. ബക്കീദസ് അധർമ്മികളെ തിരഞ്ഞെടുത്ത് രാജ്യത്തിൻ്റെ ഭരണച്ചുമതല ഏൽപ്പിച്ചു. യൂദാസിൻ്റെ സ്നേഹിതരെ തിരഞ്ഞുപിടിച്ച് അവർ ബക്കീദസിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകളുണ്ടായി. പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. യൂദാസിൻ്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജൊനാഥൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, നിന്റെ സഹോദരൻ യൂദാസിൻ്റെ മരണത്തിന് ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബക്കിദസിനും എതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ വേണ്ടവിധം നേരിടാനും അവനെപ്പോലെ ആരും നമുക്കില്ല. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അവന് പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങൾ ഇന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജൊനാഥൻ നേതൃത്വം സ്വീകരിക്കുകയും സ്വസഹോദരൻ യൂദാസിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. തെക്കോവ മരുഭൂമിയിൽ. ഇതിനെക്കുറിച്ച് കേട്ട ബക്കീദസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി. എന്നാൽ ജൊനാഥനും സഹോദരൻ ഷിമിയോനും അവരോട് കൂടെ ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞ തെക്കോവായിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്വാർ കുളത്തിനരികെ പാളയമടിച്ചു. സാബത്ത് ദിവസം ഈ വിവരം അറിഞ്ഞ ബക്കീദസ് സൈന്യവുമൊത്ത് ജോർദാൻ കടന്നു. ഏറെയുണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ നബത്തേയരോട് അഭ്യർത്ഥിക്കുന്നതിന് ജൊനാഥൻ സ്വസഹോദരനെ ജനത്തിൻ്റെ നേതാവായി അയച്ചു. എന്നാൽ മെദബായിൽ നിന്നും യാമ്രിയുടെ പുത്രന്മാർ വന്ന്
യോഹന്നാനെ പിടിച്ചുകൊണ്ടു പോവുകയും അവൻ്റെ പക്കലുണ്ടായിരുന്നവയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജൊനാഥനും സഹോദരൻ ഷിമെയോനും ഇങ്ങനെ കേട്ടു: യാംബ്രിയുടെ മക്കൾ വലിയ ഒരു വിവാഹാഘോഷം നടത്തുകയാണ്. കാനാനിലെ മഹാപ്രഭുക്കളിലൊരുവൻ്റെ മകളാണ് വധു. അവളെ അവർ നദാബത്തിൽ നിന്ന് വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു. തങ്ങളുടെ സഹോദരൻ യോഹന്നാൻ്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു. അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു. അവർ തലയുയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദകോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു. ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടുമൊത്ത് തമ്പുരുവിൻ്റെയും ഗായകരുടെയും അകമ്പടിയോടെ വരൻ അവരെ സ്വീകരിക്കാൻ വന്നു. പതിയിരുന്നവർ ഉടനെ പാഞ്ഞു ചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി. വളരെ പേർ മുറിവേറ്റു വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ജൊനാഥനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ വിവാഹം വിലാപമായി മാറി. ഗായകരുടെ സ്വരം ചരമഗാനമായും. തങ്ങളുടെ സഹോദരൻ്റെ രക്തത്തിന് പൂർണ്ണമായും പകരം വീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് മടങ്ങി. ബക്കിദസ് ഇത് കേട്ട് വലിയൊരു സേനയുമായി സാബത്ത് ദിവസം ജോർദാൻ കരയിലെത്തി. ജൊനാഥൻ അനുയായികളോട് പറഞ്ഞു: നമുക്ക് ജീവന് വേണ്ടി സധൈര്യം പൊരുതാം. കാര്യങ്ങളിപ്പോൾ മുൻപത്തെ പോലെയല്ല. ഇതാ ശത്രു നമ്മെ വളഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് ജോർദാൻ നദി, മറുവശത്ത് ചതുപ്പ് നിലവും കുറ്റിക്കാടുകളും. എങ്ങോട്ടും തിരിയുക സാധ്യമല്ല. ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് കേണപേക്ഷിക്കാം. യുദ്ധം തുടങ്ങി. ജൊനാഥൻ ബക്കിദസിനെ പ്രഹരിക്കാൻ കരമുയർത്തി. എന്നാൽ അവൻ വഴുതി മാറി പിൻനിരയിലേക്ക് പോയി. അനന്തരം ജൊനാഥനും കൂട്ടരും ജോർദാനിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു. ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല. ബക്കിദസിൻ്റെ ആളുകളിൽ 1000 പേരോളം അന്ന് കൊല്ലപ്പെട്ടു. യൂദയായിലെ കോട്ടകൾ. ബക്കിദസ് ജെറുസലേമിലേക്ക് മടങ്ങി. യൂദയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു. ജെറീക്കോയിലെ കോട്ടയും എമാവൂസ്, ബത്ത് ഹൊറോൺ, ബഥേൽ, തിംനാത്ത്, ഫരാത്തോൺ, തെഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി. ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയും ഏർപ്പെടുത്തി. ബത്സൂർ, ഗസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി. ഭക്ഷണസാധനങ്ങളും ശേഖരിച്ചു വെച്ചു. നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾജാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവലേർപ്പെടുത്തുകയും ചെയ്തു. 153 ആണ്ട് 2 മാസം ദേവാലയാങ്കണത്തിൻ്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അൽക്കിമൂസ് കൽപ്പന നൽകി. പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി. പക്ഷേ അവനത് തകർക്കാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോൾ അവന് കനത്ത ഒരാഘാതമേറ്റു. അവൻ്റെ ജോലിക്ക് വിഘ്നമുണ്ടായി. അധരം ചലിക്കാതെയായി. അവൻ തളർവാദ രോഗിയായി. തൻ്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി. താമസിയാതെ ദുസ്സഹമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു. അൽക്കിമൂസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബക്കിദസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. യൂദാദേശത്ത് 2 വർഷത്തേക്ക് സ്വസ്ഥത ഉണ്ടായി. ജൊനാഥൻ്റെ വിജയം. അനന്തരം അധർമ്മികൾ ഗൂഢാലോചന നടത്തി. അവർ പറഞ്ഞു: ജൊനാഥനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു. അതിനാൽ നമുക്ക് ബക്കിദസിനെ തിരിച്ചു കൊണ്ടുവരാം. ഒറ്റ രാത്രി കൊണ്ട് അവൻ അവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കും. അവർ പോയി അവനുമായി കൂടിയാലോചിച്ചു. വലിയ ഒരു സൈന്യവുമായി പുറപ്പെടാൻ അവൻ ഒരുമ്പെട്ടു. ജൊനാഥനെയും അവൻ്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യൂദയായിലെ തൻ്റെ സഖ്യകക്ഷികൾക്കെല്ലാം അവൻ രഹസ്യക്കത്തുകൾ അയച്ചു. പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല. കാരണം അവരുടെ ഉപജാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു. ജൊനാഥൻ്റെ ആളുകൾ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികളിൽ 50ഓളം പേരെ വധിച്ചു. പിന്നീട് ജൊനാഥനും അനുയായികളും ഷിമിയോനോടുകൂടി മരുഭൂമിയിലുള്ള ബത്ബാസിയിലേക്ക് പിൻവാങ്ങി. അതിൻ്റെ തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കിപ്പണിത് അവർ അത് ബലവത്താക്കി. ബക്കിദസ് ഇതറിഞ്ഞ് തൻ്റെ സേനകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി. യൂദയായിലെ ജനങ്ങൾക്ക് അവൻ കൽപ്പനകൾ അയച്ചു. അതിനുശേഷം അവൻ വന്ന ബത്ബാസിക്കെതിരെ പാളയമടിച്ചു. ഏറെ നാളുകൾ അവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു. നഗരം തൻ്റെ സഹോദരൻ ഷിമിയോനെ ഏൽപ്പിച്ച് ജൊനാഥൻ നാട്ടിൻപുറത്തേക്ക് നീങ്ങി. കുറച്ചു പേരെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോയുള്ളൂ. ദൊമേറായെയും അവൻ്റെ സഹോദരന്മാരെയും ഫാസിറോണിൻ്റെ പുത്രന്മാരെയും അവരുടെ കൂടാരങ്ങളിൽ വെച്ച് അവൻ വധിച്ചു. അവൻ ആക്രമിച്ചുകൊണ്ട് മുന്നേറി. ഈ സമയം ഷിമിയോനും കൂട്ടരും നഗരത്തിന് വെളിയിൽ വന്ന് ഒരു മിന്നലാക്രമണം നടത്തി യന്ത്രമുട്ടികൾക്ക് തീവെച്ചു. അവർ ബക്കിദസിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി. തൻ്റെ പദ്ധതികളും യുദ്ധോദ്ദേശങ്ങളും
നിഷ്ഫലമായതിനാൽ അവൻ ഭഗ്നാശനായി. അതിനാൽ യൂദയായിലേക്ക് വരാൻ തന്നോട് ഉപദേശിച്ച അധർമ്മികളോട് അവൻ അത്യന്തം ക്രുദ്ധനായി. അവരിൽ വളരെ പേരെ വധിച്ചു. അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോകാൻ തീരുമാനിച്ചു. ഇക്കാര്യം മനസ്സിലാക്കി ജൊനാഥൻ ബക്ക്കിദെസുമായി സമാധാനം സ്ഥാപിക്കാനും തടവുകാരുടെ മോചനം സാധിക്കാനും അവൻ്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു. അവനത് സമ്മതിക്കുകയും ജൊനാഥൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജൊനാഥനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശപഥം ചെയ്തു. യൂദാദേശത്ത് നിന്ന് തടവുകാരാക്കിയവരെ അവൻ തിരിച്ചേൽപ്പിച്ചു. അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി. പിന്നീടൊരിക്കലും അവൻ അവിടെ കാലുകുത്തിയില്ല. അങ്ങനെ ഇസ്രായേലിൽ യുദ്ധത്തിന് അറുതി വന്നു. ജൊനാഥൻ മിക്മാഷിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി. ഇസ്രായേലിലുണ്ടായിരുന്ന അധർമ്മികളെയെല്ലാം അവൻ നശിപ്പിച്ചു.